വീട്ടിൽ മലക്കറിയൊന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂങ്കിൽ നമുക്കൊരു തട്ടിക്കൂട്ട് റെസിപ്പി നോക്കാം. ഒരു ദിവസം ചപ്പാത്തിയുടെ കൂടെ പരീക്ഷിച്ച് നോക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ടേസ്റ്റി ആണെങ്കിൽ ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. സവാള, പച്ചമുളക്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് പാൻ എടുത്ത് അതിലോട്ട് ഗീയോ എണ്ണയോ, ഞാൻ ഗീയോ ഉപയോഗിക്കുന്നത്. ഇത് പ്യോർ ബഫല്ലോ ഗീ. ഇത് ഞാൻ ഉത്തർപ്രദേശിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അല്പം ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കടുക്, അല്പം ജീരകം, പിന്നെ സ്വല്പം കായപ്പൊടി. ജീരകം ഒരുപാടാവാൻ പാടില്ല, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റിന് മുന്നിട്ടേക്ക്. ഇതിന് സവാളയും തക്കാളിയും ഉപ്പിട്ടൊന്ന് വേവിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അല്പം ഗരം മസാല. ഗരം മസാല വേണ്ടെങ്കിൽ അല്പം പെരുംജീരകം ആഡ് ചെയ്താൽ മതി. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നമ്മളിതിനെ കുറുക്കിയെടുക്കും. അങ്ങനെ കറി നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ദോശയുടെ കൂടെ ആണ് ഏറ്റവും നല്ല കോംബോ. എങ്ങനെയുണ്ട്?